പരമേശ്വരന്റെ ലയനം തൻ്റെ മുമ്പിലിരിക്കുന്ന ആ പരമമായ ചൈതന്യത്തെ നോക്കി നിൽക്കുമ്പോൾ പരമേശ്വരൻ എന്ന വ്യക്തിത്വം അലിഞ്ഞ് ഇല്ലാതാവുകയായിരുന്നു. താൻ നേരിട്ട് ദർശിച്ച ആ സാക്ഷാത് പരമേശ്വരൻ കുറച്ച് നിമിഷത്തേക്ക് സാധാരണ പരമേശ്വരൻ പൂർണ്ണമായി ലയിച്ചു. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നില്ല അത്, മറിച്ച് ഒരു തുള്ളി വെള്ളം കടലിൽ ചേരുന്നത് പോലെ പ്രാണൻ പ്രപഞ്ച സത്യത്തിൽ അലിഞ്ഞ് ചേരുന്നത് പോലെ ഗുരു. രണ്ടു വലിയ താമര ഇതൾ വിരിയുന്നത് പോലെ ആ കണ്ണുകൾ പരമേശ്വരൻ അനുഭവപ്പെട്ടു. അത്ര സൗന്ദര്യമുള്ളതായിരുന്നു ആ കണ്ണുകൾ. കാരുണ്യവും ശാലീനതയും ആ നയനങ്ങൾ തുടിച്ചിരുന്നു. ആ നോട്ടം അയാളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് തുളച്ചു കയറുകയായി. ആ ആന്തരിക ദർശനത്തിൽ നിന്ന് ഉണർന്നപ്പോൾ പരമേശ്വരൻ്റെ ഉള്ളിൽ ഒരു നിശ്ചയദാർഢ്യം. താനിന്ന് പോയി യോഗമുറകൾ പ്രാർത്ഥിച്ച് ചെയ്ത ആ സ്ഥലം, അവിടെ കണ്ട കാഴ്ചയുടെ ആധിക്യത്തിൽ, ആ അനുഭവത്തിൽ, അതിനുശേഷം ഉടൻ തന്നെ ആ 17 സെന്റ് സ്ഥലം പരമേശ്വരൻ വാങ്ങിയിരുന്നു. താനിന്ന് ശാന്തിഗിരിയിൽ വെച്ച് പരമമായ ഗുരുവിനെ കാണുന്ന സമയത്ത് നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ ഇരുന്ന് കണ്ട കാഴ്ച, ആ പ്രകാശം, ആ തിളക്കം ഈ കണ്ണുകളിൽ കണ്ടുവെന്ന് പരമേശ്വരൻ തിരിച്ചറിഞ്ഞപ്പോൾ 1979 താൻ ആർജിച്ച ആ സ്ഥലം ഗുരുവിനായി സമർപ്പിച്ചു. പൈതൃകത്തിന്റെ വീണ്ടെടുപ്പ് നാഗോപാസകരായ പൂർവികർ, ശിവഭഗവാന്റെ അടയാള പ്രതിഷ്ഠകൾ, നാഗപ്രതിഷ്ഠകൾ നടത്തി ആരാധിച്ചിരുന്ന ഭൂമി, സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് കാരണമായ ബ്രഹ്മസങ്കല്പത്താൽ ഇടം കാരണപ്പോൾ കാലാന്തരത്തിൽ വൈഷ്ണവ അധിനിവേശത്താൽ ശൈവ സംസ്കാരത്തിന് ശൈഥില്യം സംഭവിച്ചുവെങ്കിലും ആ മണ്ണിന്റെ ചൈതന്യം പരമേശ്വരനിലൂടെ പുനർജനിക്കുകയായിരുന്നു.